ആമേൻ സ്തോത്രം, കഷ്ടതയിൽ ഒരു പ്രാർത്ഥന എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കഷ്ടതയിൽ ഒരു പ്രാർത്ഥന. ഓരോ സങ്കീർത്തനത്തിനകത്തും 1000 ദൂതുകൾ അടങ്ങിയിരിക്കുമ്പോൾ ഇത് തലക്കെട്ട് പറയുന്നത് ദാവീദിനൊരു സങ്കീർത്തനമെന്ന് പറയുന്നെങ്കിലും കഷ്ടതയുടെ ഒരു പ്രാർത്ഥനയാണ്. ദാവീദ് കഷ്ടതയിലായിരുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. അപ്പോൾ തന്നെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ 11-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യ ഞരക്കത്തിൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പം മിണ്ടാതിരിക്കുകയാണ്. പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, പാടിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു പ്രയാസവും കൂടാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ താൻ പെട്ടെന്ന് അങ്ങ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഗാനങ്ങളാണെങ്കിലും സ്തോത്രം, മറ്റു കാര്യങ്ങളെല്ലാം ഒറ്റ മിനിറ്റ് കൊണ്ട് സ്റ്റോപ്പായി താൻ മിണ്ടാതിരിക്കുക. സ്തോത്രം. കാരണം മിണ്ടാൻ പോലും കഴിയാത്ത ചില കഷ്ടതകളുടെ, വേദനകളുടെ നടുവിൽ ദാവീദ് ഒറ്റപ്പെട്ടവനായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അതിശക്തമായി വചനം പറയുകയാണ്. കഷ്ടതയുടെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തന ഭാഗത്തിനകത്ത് നിന്ന് ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഒരു പറയുകയാണ്. സ്തോത്രം, ഞാൻ എന്ത് ചെയ്തു? മിണ്ടാതിരിക്കുക. പലപ്പോഴും ചില നിമിഷങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കുന്നു. യേശു കർത്താവ് മിണ്ടാതിരുന്നൊരു സ്ഥലമുണ്ടായിരുന്നു, ഗെഥസമന. സ്തോത്രം. ആ ഗെഥസമനയുടെ അവിടെ ചെല്ലുമ്പോൾ താൻ ശിഷ്യന്മാരെ 3 പേരെയും മാറ്റി ഒരു സ്ഥലത്തിരുത്തിയിട്ട് മിണ്ടാതിരുന്ന് പിതാവിനോട് സംസാരിക്കുന്ന പതിവുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നിൽക്കുന്ന കതിരുമരത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ കഴിയും. അവിടെ നിൽക്കുന്ന സ്തോത്രം, വൃക്ഷാദികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് യേശു കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു ഞരക്കത്തിനകത്തിരിക്കുന്ന തൻ്റെ ദൈവഭക്തൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ നിയോഗത്തിൻ്റെ ശുശ്രൂഷ അതിശക്തമായി വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് ഈ 32-ാമത്തെ സങ്കീർത്തനമെന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ സ്തോത്രം, ഒരു കാര്യം ഉറപ്പാണ്. പ്രാർത്ഥനയിലിരിക്കുന്ന സ്തോത്രം, ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട് ഇനി പ്രതീക്ഷയ്ക്കൊരു വകയില്ല എന്ന് കണ്ട് തൻ്റെ ജീവിതത്തിനകത്ത് വളരെ താൻ മൗനം പാലിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് താൻ കടന്നു വന്നിരിക്കുകയാണ്. BC 1410-ലും 1430-ലും സ്തോത്രം 1410-ലും 430-നും അകത്ത് ഈ സങ്കീർത്തന ഭാഗം ചമയ്ക്കുമ്പോൾ സ്തോത്രം, താൻ കഷ്ടതയുടെ നടുവിലായിരുന്നെങ്കിലും താൻ ദൈവ മുമ്പിൽ മിണ്ടാതിരുന്ന് തൻ്റെ അസ്ഥികളൊക്കെ ക്ഷയിച്ചു പോകുന്നത് പോലെ, ചിലപ്പോഴൊക്കെ മൗനമായിരിക്കുമ്പോൾ അസ്ഥികളൊക്കെ ഒടിഞ്ഞു പോകുന്ന വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ തന്നെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ദാവീദിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: നിത്യമായ ഞരക്കത്തിൽ. സ്തോത്രം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ജീവിതത്തിനകത്ത് നിരന്തരമായി വരുന്ന പ്രശ്നങ്ങൾ എപ്പോഴാണ് വന്നു തുടങ്ങിയെന്നറിയാമോ? താൻ എപ്പോഴാണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നത്, എപ്പോഴാണോ താൻ ദൈവ മുമ്പിലേക്ക് കടന്നു വന്നത്, ആ സമയത്തേക്ക് ഇവിടെ വചനം എഴുതി തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: നീതിമാന്റെ വഴിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. 1-ാമത്തെ സങ്കീർത്തനം പഠിക്കുന്നത് അതിന് തലക്കെട്ട് ഇങ്ങനെ വായിക്കുന്നു, നീതിമാന്റെ വഴി. എന്നാൽ 2-ാമത്തെ സങ്കീർത്തനം എഴുതുമ്പോൾ അതിന് തലക്കെട്ട് ഇങ്ങനെ പറയുന്നത് രാജാവിൻ്റെ വിജയമെന്നാണ്. സ്തോത്രം. 1 നീതിമാന്റെ വഴിയും 2-ാമത്തെ സങ്കീർത്തനം പറയുന്നു അത് രാജാവിൻ്റെ വിജയമെന്നാണ്. എന്നാൽ 3-ാമത്തെ സങ്കീർത്തനം പറയുന്നത് ശത്രുവിന് നേരെയുള്ള ധൈര്യമാണ്. സ്തോത്രം. ശത്രുവിന് നേരെ എന്താണ്? ഒരു ധൈര്യം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും ദൈവത്തിൻ്റെ ജനത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അവർ പ്രാർത്ഥനയിൽ ചിലപ്പോഴൊക്കെ മാറിയിരിക്കാറുണ്ട്. കാരണം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ആരോട് സംസാരിക്കാൻ കഴിയാതെ നമ്മളെല്ലാം മാറിയിരിക്കാറുണ്ട്. എന്നാൽ സ്തോത്രം. എന്നാൽ 5-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെ
ഇങ്ങനെയാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്, ഒരു പ്രഭാതത്തിലെ പ്രാർത്ഥന എന്നാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ നോക്കിയേ, ഇതെല്ലാം താൻ ചെയ്തു വരുമ്പോൾ ഓർഡർ പ്രകാരം ചെയ്തു വരികയാണ്. 4-ാമത്തെ സങ്കീർത്തനം പറയുന്നത് രാത്രിയിലെ ചിന്തകളെന്നാണ്. സ്തോത്രം. അപ്പോൾ ഓരോ സങ്കീർത്തനവും താനിങ്ങനെ ചമച്ച് ആമേൻ വരപ്പെടുമ്പോൾ തന്നെ 6-ാമത്തെ സങ്കീർത്തനം പറയുന്നതാണ് ആമേൻ കഷ്ടതയിൽ കരുണയുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഓരോ സങ്കീർത്തനത്തിനകത്തും 1000 ദൂതുകൾ ആമേൻ നിറയപ്പെട്ട് സങ്കീർത്തന ഭാഗങ്ങൾ താൻ ചമച്ചെങ്കിലും തൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു കഷ്ടതയല്ല വന്നത്. ഓരോ സങ്കീർത്തനത്തിനകത്തും തൻ്റെ കണ്ണുനീരിൽ കുതിർന്ന മഷി ആമേൻ തൂലികയിൽ ചലിപ്പിച്ച അക്ഷരങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ അകത്തുള്ള അക്ഷരങ്ങൾ. അപ്പോൾ തന്നെ ദൈവഭക്തനായ ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് വന്നത് പെട്ടെന്ന് വന്ന കഷ്ടതയല്ല. താൻ എപ്പോഴാണോ തന്നെ ദൈവം തെരഞ്ഞെടുത്ത് തന്നെ കർത്താവിൻ്റെ പദവി ഏൽപ്പിച്ചതോ ആ സമയം മുതൽ തൻ്റെ ജീവിതത്തിൽ ഒരു നിത്യമായ ഞരക്കം വന്നു. ഇനി എങ്ങനെ മുൻപിലോട്ട്, ഇനി എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് വയ്ക്കേണ്ടത്? കാരണം അന്ന് വരെ സംസാരിച്ചുകൊണ്ടിരുന്നവര് പെട്ടെന്ന് സംസാരിക്കാതായി, അന്ന് വരെ ഇടപെട്ടുകൊണ്ടിരുന്നവര് പെട്ടെന്ന് ഇടപെടാതായി, എല്ലാവരും അവനെ മാറ്റി നിർത്തി. എന്നാൽ 7-ാമത്തെ സങ്കീർത്തനം പറയുന്നത് പീഡനത്തിൻ്റെ ഒരു പ്രാർത്ഥന. താൻ പീഡയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തൊരു പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ, എപ്പോഴും അഭിഷക്തന്മാരുടെ ജീവിതത്തിലും ആമേൻ ഏറ്റവും കൂടുതൽ പീഡകൾ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് മൗനത പാലിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഭാഗം ഇതാണ്. ഭക്തന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏലിയാവ് നമുക്കറിയാം, ദൈവത്തോട് സമസ്വരൂപമുള്ള മനുഷ്യനാണ്. പക്ഷേ അവന് ഒരു സമയത്ത് മൗനത പാലിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനെ ശത്രു മിണ്ടാതാക്കി, അവൻ്റെ പിന്നിലും ശുശ്രൂഷയുടെ അതിരുവരമ്പിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ അവൻ്റെ മുമ്പിൽ വാശിയോടും വീറോടും നിന്നു. അപ്പോഴും ഏലിയാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എനിക്കിനി എന്താ ചെയ്യണത്? മരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെയും താൻ മരണത്തെ മുഖാമുഖമായി കണ്ടു, നിത്യമായ ഒരു ഞരക്കത്തിലേക്ക് പോയി. അവിടെയും താൻ വിജയിച്ചൊരു കാര്യം ഇതാണ്, എൻ്റെ പിതാക്കന്മാരെക്കാളും ഞാൻ ഒട്ടും ശ്രേഷ്ഠനല്ല എന്ന്. എന്നാൽ ഇവിടെ 32-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെ എന്ത് ചെയ്തു? ക്ഷയിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞരക്കം ജീവിതത്തിൽ വരുമ്പോൾ അസ്ഥികൾക്ക് വർക്കൗട്ടിങ് കുറവായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, ചിന്തിക്കാൻ ശത്രു ഒരു ദിവസം ഒരു സാധനം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ, ഒരു വിത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അന്ന് മുഴുവനും അതായിരിക്കും. ഉറക്കമില്ലാത്ത നിമിഷങ്ങൾ. പകലുറങ്ങുന്ന വ്യക്തിക്ക് ഉറക്കമില്ല. പകലെപ്പോഴും പുറത്തുപോയി വരുന്ന വ്യക്തിക്ക് പുറത്തുപോയി തിരിച്ചു വരാൻ കഴിയാതെ ഭവനത്തിൽ എവിടെയോ അടയ്ക്കപ്പെട്ടതുപോലെ. കാരണം ശത്രു വിതച്ച വിത്താണ്. അതാണ് ഇവിടെ ദാവീദിന്റെ ജീവിതത്തിലും ഇവിടെ കാണാൻ കഴിഞ്ഞത്. എന്നാൽ 8-ാമത്തെ സങ്കീർത്തനത്തിൽ തലക്കെട്ടിൽ പറയുന്ന ഇങ്ങനെയാണ്, ദൈവമഹത്വവും മനുഷ്യന്റെ മാനത്തെക്കുറിച്ചും കാണുന്നു. കണ്ടോ, ഈ ഞരക്കത്തിലിരിക്കുന്ന ദാവീദ് പറയുകയാണ്, എൻ്റെ മാനം പലപ്പോഴും മനുഷ്യൻ കേവലം വിരൽ കൊണ്ട് എണ്ണിത്തീർത്തപ്പോൾ ഞാൻ എന്നെ വിളിച്ച ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. പലപ്പോഴും മൗനമായിരിക്കുന്ന ദാവീദിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കേവലം ഒരു ദാവീദല്ല കേട്ടോ, താൻ ദൈവം കൊടുത്തൊരു അലങ്കാരമുണ്ട്. താൻ രാജസ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്, രാജസ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യന്, അധികാരമുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ഉറക്കമില്ല. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ഈ കേരളം ഭരിക്കുന്ന നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി സാറ്, ഈ രാഷ്ട്രം ഭരിക്കുന്ന ബഹുമാന്യ മോദി സാറ്, അതിനപ്പുറം ഇരിക്കുന്ന ഒത്തിരി പദവിയിലുള്ള ഒത്തിരി രാഷ്ട്രപതിയുണ്ട്. അതുപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ നേതാക്കന്മാരുണ്ട്. ഇവർക്കെല്ലാം ഉറക്കം കുറവാ. സ്തോത്രം. കാരണം നമ്മളെല്ലാം ഉറങ്ങുമ്പോഴും അവരെല്ലാം വണ്ടികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. കാരണം എന്തെന്നറിയാമോ? എല്ലാ പ്രശ്നത്തിനും അവർ ഓടിയെത്തേണ്ടതായുണ്ട്. അങ്ങനെ ഒരു മാനുഷ്യമായ രീതിയിൽ ഒരു ചുമതലയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു രാജാവാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദാവീദിന്റെ ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ നിത്യമായ ഒരു ഞരക്കത്തിനകത്ത് നിന്ന് തന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയതുപോലെ ദാവീദിന് അനുഭവിപ്പാനിടയായി. സ്തോത്രം. ഞാനിങ്ങനെ പറയാറുണ്ട്, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സമയത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ, ഒരു വർക്കൗട്ടും ഇല്ലാതെ, ഒരു സഞ്ചാരവും ഇല്ലാതെ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ
പെട്ടെന്ന് ഓരോ പ്രശ്നങ്ങൾ കയറി വരും. അതുവരെ ഇല്ലാത്ത പ്രയാസങ്ങൾ കയറി വരും. കാരണം എന്നറിയാമോ, താൻ അതുവരെ ഓടിക്കൊണ്ടിരുന്നതാ. ദാവീദും മുമ്പിലോട്ട് സങ്കീർത്തനം പഠിക്കുമ്പോൾ താൻ ഓടിക്കൊണ്ടിരുന്നതാ. താനിങ്ങനെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെ 31-ാമത്തെ സങ്കീർത്തനം പഠിക്കുമ്പോൾ അതിന് തലക്കെട്ട് പറയുന്നത് എൻ്റെ സ്തോത്രം അഗതികൾ നിന്റെ കയ്യിൽ. കാരണം അവന്റെ മുമ്പിൽ വന്ന അഗതികൾ, അല്ലെങ്കിൽ അവനെ അന്വേഷിച്ചു വന്നവർ, അവനെ സ്തോത്രം തേടിയെത്തിയ കുറെ പേരുണ്ടായിരുന്നു. അവരെല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയതൊക്കെ അവൻ അവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. ചില കാലഗതികൾ തൻ്റെ രാജസ്ഥാനം വരെ മറിച്ചു കളയാൻ നോക്കി. അവിടെയും ദാവീദ് മൗനം പാലിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അത്രയും പറഞ്ഞ കാര്യം ഇതിനകത്ത് നമ്മുടെ ഇന്നത്തെ കുറിവാക്യം എന്ന് പറയുന്നത് 32-ാമത്തെ സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. അവിടെ ഇതാ വായിച്ചത്, നിത്യ ഞരക്കത്താൽ. എന്നാൽ ഒരു വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 8-9 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആമേൻ, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതി തുടങ്ങുമ്പോൾ താൻ ആത്മാവിൽ തൂലിക ചലിപ്പിക്കുമ്പോൾ തന്റെ മുമ്പിൽ പരിമിതികളുണ്ട്, തന്റെ മുമ്പിൽ ചില വേലിക്കെട്ടുകളുണ്ട്. ആമേൻ. താൻ ഇരിക്കുന്ന സ്ഥാനം തനിക്ക് അനുകൂലമല്ല, പ്രതികൂലമായ സ്ഥാനങ്ങൾ തനിക്കുണ്ടായിരുന്നു. അതിന്റെ നടുവിലും താൻ പറയുന്ന ഒരു കാര്യം ഇതാണ്. 8-ാമത്തെയും 9-ാമത്തെയും വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്ലീസ്. ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. കണ്ടോ? ആമേൻ. അവിടെ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു വാക്കിതാണ്. നന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. ഉറപ്പാണ്, വരില്ല എന്നല്ല. ആമേൻ. ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദനും അത് വരും. ആമേൻ. യവനന്മാർക്കും വരും, സകല ജാതികൾക്കും വരും. എന്നാൽ 10-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വാക്യം പറയുന്നു, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 11-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ഹല്ലേലൂയ. കണ്ടോ? അവിടെ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ഒരപ്പൻ തന്റെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച തന്റെ ജനത്തെ അവരെ തെറ്റുകൾ കണ്ട് ദൈവം അതാത് സമയത്ത് അവരെ തിരുത്തി ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് അവർ പോലും അറിയാതെ ദൈവം ചെയ്യുന്ന ചില ക്രമീകരണങ്ങൾ ചെയ്ത് അവരെ നിത്യതയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാകയാൽ ഈ രാത്രിയിൽ നമ്മൾ വളരെ പ്രാർത്ഥിക്കേണ്ടതായി ഉണ്ട്. സ്തോത്രം. നോക്കിക്കേ, 12-ാമത്തെ വാക്യം മുതൽ താഴേക്ക് 14-ാമത്തെ വാക്യം വരെ വാക്യം പറയുന്നു. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാക്കുന്നു. സ്തോത്രം. എത്ര ലംഘനത്തിലേക്ക് താൻ പോകുമ്പോഴും പറയുക, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ഞാനൊരു ശരിയാണ്. പക്ഷെ ദൈവം പറയുന്നത് മുഖപക്ഷമില്ല ദൈവത്തിന്. ഹല്ലേലൂയ. മനുഷ്യൻ പറയുക, ഞാൻ ചെയ്യുന്നത് ശരിയാ, ഞാൻ പിടിക്കുന്നതെല്ലാം കറക്റ്റായ കാര്യമാ, ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൈൻ കറക്റ്റാ, അതുകൊണ്ട് എന്നെ ആരും ഉപദേശിക്കണ്ട എന്ന് തന്നെ പറയുമ്പോൾ 15-ാമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുന്നു, അവരുടെ മനസാക്ഷിയുടെ കൂടെ സാക്ഷ്യം പറയുന്നതും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയില്ലയോ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? അവരുടെ വിചാരങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? കുറ്റം ചുമത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാം ശരിയാണെന്ന് നാം പറയുമ്പോൾ വചനം പറയുന്നു, ഇല്ല, അത് നമ്മെ ഇങ്ങോട്ട് ചില കുറ്റങ്ങൾ ബോധിപ്പിക്കുമെന്നാണ്. എന്നാൽ 16-ാമത്തെ വാക്യം പറയുന്നു, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാൾ തന്നെ. സ്തോത്രം. സുവിശേഷം, ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മെ എന്ത് ചെയ്യും? ന്യായവിസ്താരത്തിന്
ദൈവത്തിന്റെ കോടതിക്കകത്ത് കയറ്റി നിർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആമേൻ. ആദ്യം മുതൽ പിതാക്കന്മാരുടെ പാപങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിട്ടിട്ടില്ല. ഒരു വ്യക്തിയെ പോലും, അല്ലയോ എൻ്റെ ദാസനായ ദാവീദാണ് പാപം ചെയ്ത് ഞാൻ അവനെ വീട്ടിൽ പോയി അഭിഷേകം ചെയ്തതാണ്, അവനെ ഇനി കഷ്ടതയിൽ കൂടെ കടത്താൻ പാടില്ല. വ്യക്തികൾ എന്ത് ചിന്തിക്കും എന്നല്ല നോക്കിയത്. എൻ്റെ കർത്താവ് മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ഇന്നലെ നല്ലത് ചെയ്തെങ്കിൽ ഇന്നൊരു തിന്മ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടി ഉറപ്പായിട്ടും എൻ്റെ ജനത്തിന് കൊടുക്കുമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ വേദപുസ്തകത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മെ അതിൻ്റെതായ നിലയിൽ ക്രമീകരിച്ച് ക്രമീകരണത്തിൻ്റെ ആ ചാനലിനകത്തൂടെ കൊണ്ടുപോകുന്ന ദൈവമാണ് നമ്മുടെ സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ 20-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ ആ അധ്യായം ഫുള്ള് വായിക്കണം കേട്ടോ. 20-ാം വാക്യം, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പീഡിപ്പിക്കുന്നവൻ ശിശുക്കൾ ഉപദേഷ്ടാവ് എന്ന സ്തോത്രം പ്രൈസ് ഉറച്ച് ഇരിക്കുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയുക ഞാൻ ചെയ്യുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ പറയുന്നതും എല്ലാം കറക്റ്റ് ആണെന്നോ. പൗലോസ് പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഒന്നുകൂടെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും 6-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും അതിനകത്ത് 1000 ദൂതുകൾ വാരി എറിഞ്ഞിട്ടുണ്ട് പൗലോസ്. ജനത്തിന്റെ മുഖത്തേക്ക് നോക്കിയല്ല, ജനത്തിന്റെ ഹൃദയത്തിലേക്ക് നോക്കി വചനം വാരി എറിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടതല്ല എന്നേക്കുമായി. ശൗലായിരുന്നവനെ അപ്പോസ്തലനാക്കി, അവനെ ഒരു ഉപദേഷ്ടാവാക്കി, ഒരു ശുശ്രൂഷകനാക്കി മിനിസപ്പെടുത്തിയ ഒരു അമ്പ് പോലെ പൗലോസിനെ കൊണ്ട് നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അതിനകത്തൊരു ദൂത് പൗലോസ് ലീഗ പറയുന്ന ഒരു ദൂതുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ 5-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അപ്പൊ നീതിയാൽ നിത്യജീവനത്തിന് തന്നെ. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ ഒരു കൂട്ടം പേരെ അതിനായി വിളിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? കഷ്ടത അനുഭവിപ്പാനും നിത്യമായ ഒരു ഞരക്കത്തിൽ കൂടെ കൊണ്ടുപോകുവാനും സ്വർഗം ചിലരെ വിളിച്ചിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. അത് യഹൂദനല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ യവനനുമല്ല. ദൈവം എല്ലാവർക്കും ഒരേപോലെയുള്ള ക്രമീകരണങ്ങൾ ദൈവം ഭരിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ ജനമാണ്, എൻ്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച എൻ്റെ ജനമാണ്, അവരെക്കാലത്തും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല, വേദന അനുഭവിക്കാൻ പാടില്ല എന്നൊന്നും സ്തോത്രം വരാതിരിക്കാൻ ശിക്ഷ കൊടുക്കുമ്പോൾ ഒരുമിച്ച് കൊടുക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബോർഡ് നോക്കിയല്ല, ഹൃദയങ്ങൾ നോക്കിയാണ് ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. നമ്മുടെ സഭയിലെ ബോർഡൊക്കെ നമ്മുടെ പ്രസ്ഥാന ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നതാ. ആ ബോർഡ് നോക്കിയല്ല ദൈവം ശിക്ഷ വിധിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്റെ പിന്നാലെ അനുഗമിക്കുന്ന ഒരു കൂട്ടത്തെ നോക്കിയാണ് ദൈവം ഇന്ന് രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറവുള്ള മനുഷ്യർ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറവില്ലാത്ത മനുഷ്യരുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പിലും ഉണ്ട്. ഒരു ഒറിജിനൽ നോട്ടിറങ്ങി കഴിഞ്ഞാൽ തൊട്ട് 5 മിനിറ്റ് മുമ്പേ 5 മിനിറ്റ് ശേഷം അടുത്തൊരു കള്ളനോട്ടും ഇറങ്ങും. അപ്പോൾ നോക്കൂ, ഇത് രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഏവരുമല്ല, ക്രിസ്തുവിനെ അനുഭവിക്കുന്നവര്, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവരുമല്ല, തന്റെ ഇഷ്ടം ചെയ്യുന്നവര്. ഹല്ലേലൂയ. എവിടെ നോക്കിയും ദൈവമേ എന്ന് പറയുന്ന വ്യക്തിയല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. അതല്ലേ അല്പജനം മാത്രം പെട്ടകത്തിൽ കയറിയത്? ഹല്ലേലൂയ. ശരിയല്ലേ? അല്പജനം മാത്രം ഒത്തിരി ഒന്നും കയറിയില്ല. അല്പജനം, കുടുംബവും തലമുറകളും മാത്രമല്ലേ ഉള്ളൂ, മരുമക്കളും. ബാക്കിയൊന്നും കയറിയില്ലല്ലോ. പെട്ടകം ആരടച്ചു? നോഗ അടച്ചിട്ടില്ല. പിന്നെ ആരടച്ചത്? തുറന്നവൻ തന്നെ പെട്ടകം അടച്ചു. ഒരിക്കലും പിന്നെ തുറക്കേണ്ടി വന്നിട്ടില്ല. അത് എവിടെ പോയി തുറക്കണം ദൈവത്തിനറിയാം. പലപ്പോഴും ദൈവം ഒന്ന് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കും അതിനെ പുഷ്ടോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിലും ഇവിടെ പറയുക, പാപം മരണത്താൽ വാണതുപോലെ.
സ്തോത്രം. ആമേ, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ആമേ നീതിയാൽ നിത്യജീവനായി വാണത് കൊണ്ട് തന്നെ, പ്രൈസ് ദി ലോർഡ്, നിത്യജീവനായി. അപ്പൊ എന്തിനാ നിത്യജീവൻ എന്ന് പറയുന്നത്? നിത്യതയിൽ പ്രവേശിക്കുന്ന ഒരു ദൈവപൈതലിന് നിത്യജീവൻ ഉണ്ടാകണം. എവിടെ മുതൽ? സ്നാനക്കടവ് മുതൽ. പ്രൈസ് ദി ലോർഡ്. ആമേ, സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അടുത്ത ദൈവം കൊടുക്കുന്നതാണ് കഷ്ടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്തോത്രം, ഹല്ലേലൂയ. ചിലർ പ്രസംഗിക്കാറുണ്ട്, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ആ ബെൻഡിങ് ആയി കിടക്കുന്ന എല്ലാം നേരെയാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാം റെഡിയാവും. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പായതല്ലേ വേദപുസ്തകം പറയുന്നത്? ആമേൻ. നിത്യജീവനായിട്ട് തന്നെ നമ്മെ വിളിച്ചിരിക്കുകയല്ലേ ദൈവം. കോടാനുകോടി യുഗം ഇവിടെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വന്നവരാ. ഏറിയാൽ 70 80. അതിനപ്പുറം പിന്നെ കഷ്ടവും ദുഃഖവും ദാരിദ്ര്യവും പ്രശ്നങ്ങളുമാണ്. ആമേ പരിതാപമൊക്കെ ആയി തീരും. പക്ഷേ അതിനപ്പുറത്ത് നിത്യതയുണ്ട്. കോടാനുകോടി യുഗം കർത്താവിനോട് കൂടെ വസിപ്പാൻ, കർത്താവിനോട് കൂടെ ഇരുന്ന് ആരാധിപ്പാൻ, കർത്താവിനോട് കൂടെ പാടുവാൻ, കർത്താവിനോട് കൂടെ ഇരുന്ന് രാവും പകലും ദൈവസന്നിധിയിൽ ഉണ്മയോടെ ഇരിപ്പാനല്ലേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതാണ് നിത്യമായ ഒരു വിളി. സ്തോത്രം. ആ നിത്യവിളിക്ക് തൊട്ട് പറയുന്നു, നിത്യ ലംഘനത്തിൽ നിന്നാണ് ദൈവം വിടുവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിത്യമായ ഒരു ലംഘനം, അതിനകത്ത് നിന്ന് ദൈവം സ്തോത്രം ഒരു മനുഷ്യനെ പുറത്തെടുത്തത്, ഒരു പഴയ വണ്ടിയെ പൊളിച്ച് അതിന്റെ ഫെയർ പാർട്സിനെ ശരിയാക്കി ഇടുന്നത് പോലെ മനുഷ്യനെ പ്രൈസ് ദി ലോർഡ് ചെത്തി മിനുസപ്പെടുത്തി ദൈവരാജ്യത്തിന് വേണ്ടി കൊള്ളാകുന്നവനായി നിർത്തുമ്പോൾ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ അടുത്ത് വായിക്കുന്ന വേദാംശം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന, ദൈവത്തിന്റെ അഭിഷക്തനായിരിക്കുന്ന സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, തന്റെ ദാസൻ വിളിച്ചു പറയുന്ന ദൂതാണ്. ഹല്ലേലൂയ. എക്കാലത്തും ഒരു മനുഷ്യന് ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ വേദനയുണ്ട്, കഷ്ടതയുണ്ട്. ഇനി എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. നോ, ഞാൻ ഭവനത്തിനകത്തിരിക്കാൻ പോവുകയാ. എനിക്കിനി ആരാധനയ്ക്ക് പോകണ്ട. എനിക്ക് എപ്പോഴും കഷ്ടതയാ, പ്രയാസമാ. എത്രയോ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, എത്രയോ ഉപവസിച്ചു, എന്നിട്ട് കഷ്ടത മാറുന്നില്ലല്ലോ. ദൈവപൈതലെ കിരീടം വാഴ്ത്തത്തെ ഉറപ്പാ കേട്ടോ. എന്നും ദൈവമക്കളെ കഷ്ടതയിൽ വിടുന്നവനല്ല നമ്മുടെ ദൈവം. ഒരിക്കലും വിചാരിക്കരുത്, എന്നും നമ്മുടെ ദൈവം കഷ്ടത വിടുന്നവനല്ല. ഒരു ദിവസം നമ്മെ മാനിക്കുന്നൊരു സുദിനമുണ്ട്. ഹല്ലേലൂയ. അന്ന് ഇവിടെ നമ്മൾ അനുഭവിച്ചതിന്റെ എല്ലാത്തിന്റെയും പ്രതിഫലങ്ങൾ തരുന്ന ഒരു സമയമുണ്ട്. അതിനായി നമുക്ക് ഒരുങ്ങേണ്ട ഒരു സമയമാണ്. ഹല്ലേലൂയ. എന്നാൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രൈസ് റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തെ നോക്കി, റോമൻ സഭയെ നോക്കി, റോമൻ കൗൺസിൽ നോക്കി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളെ നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ, പലപ്പോഴും പൗലോസിന്റെ മുമ്പിൽ ചില കൗൺസിലിങ്ങുകൾ വന്നിട്ടുണ്ട്. ചില കൗൺസിലുകൾ താൻ നേരിട്ട് ഇറങ്ങിച്ചെന്ന് മുഖാമുഖം ചില നിലയിൽ മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. അവിടെയെല്ലാം അനുകൂലമായ കാലാവസ്ഥയല്ല അനുഭവപ്പെട്ടത്. അവിടെയൊന്നും പൗലോസിന് കിട്ടിയത് നല്ല എതിരേൽപ്പുകളൊന്നുമല്ല. സ്തോത്രം. അവിടെയെല്ലാം കിട്ടിയത് പ്രയാസങ്ങളും കഷ്ടതകളും ഞരക്കങ്ങളും ബന്ധനങ്ങളും അത്രേ. 6:23 വായിച്ചേ. 6-ാമത്തെ അധ്യായം 23-ാമത്തെ വേദാംശത്തിലേക്ക് വരാം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പൊ ഈ ലോകത്തിലെ ഉള്ള ചില ഞരക്കങ്ങളും പ്രശ്നങ്ങളും പാപങ്ങളും അത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ തന്റെ ജനത്തിനു വേണ്ടി നിത്യ ഞരക്കത്തിൽ നിന്ന് ഒരു നിത്യജീവങ്കലേക്ക് നയിക്കപ്പെടാൻ അപ്പോസ്തലനായ പൗലോസ് റോമൻ സഭയെ നോക്കി വിളിച്ചു പറയുന്ന, റോമൻ കാരാഗ്രഹത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, കാരാഗ്രഹമേ, കൽത്തുറുങ്കേ, എന്നെ നിങ്ങൾക്ക് ഒതുക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ എന്നെ ഇതിനകത്തുനിന്ന് പുറത്തുവിട്ടാൽ ഞാൻ സുവിശേഷം അറിയിക്കും, ആയിരങ്ങളെ ഞാൻ കർത്താവിന് വേണ്ടി നേടും. സ്തോത്രം. കൽത്തുറുങ്കേ, അറസ്റ്റ് ചെയ്തതിനകത്തിട്ടാൽ പോലും ഇവിടെ കിടന്ന് ഞാൻ ലേഖനങ്ങൾ എഴുതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചരിത്ര പുസ്തകങ്ങൾ എഴുതും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു വ്യക്തിക്കും തകർക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. കൽത്തുറുങ്ങ് കാണുമ്പോൾ പൗലോസ് നോക്കി പറയും,
അല്ലെങ്കിൽ ആ ഗവൺമെന്റിനെ നോക്കി പറയും, ഓ ഒരു മൂടനായ ഒരു ഗവൺമെന്റ്, രാജാവ് എവനെ കൊണ്ട് ഇതിനകത്ത് അടച്ചാൽ ചില മിനിറ്റ് കഴിയുമ്പോൾ അടുത്തൊരു ലേഖനം പുറത്തു വരും. ഹല്ലേലൂയ, ഇത് കാരാഗ്രഹ ലേഖനം, ഇവിടെ കിടന്ന് എഴുതിയെന്ന് വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവരെ പുറത്തു കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ഇവരെ പുറത്തിറക്കി വിട്ടാലോ പ്രസംഗിക്കും. ഹല്ലേലൂയ. ഞരക്കത്തിൽ കൂടെ പോകുന്ന, കണ്ണുനീരിൽ കൂടെ പോകുന്ന, പ്രയാസത്തിൽ കൂടെ പോകുന്ന, അസ്ഥികൾ ക്ഷയിച്ചു പോയെന്ന ചിന്തയിൽ കൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഉറക്കെ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, ഉറക്കെ പ്രസംഗിക്കാൻ പോലും കഴിയാതെ, ആഗ്രഹിച്ചിട്ടും കഴിയാതിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നമ്മെ എവിടെ കൊണ്ടെറിഞ്ഞാലും അവിടെ മുഴങ്കാലിൽ പ്രാർത്ഥിക്കാൻ ഒരു സമർപ്പണത്തോടെ മുൻപിലോട്ട് വരുമെങ്കിൽ അകത്തേക്ക് തള്ളിയിട്ട രാജാവ് പറയും, ആമേ മോനെ ദാനിയേലേ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ, നീ കേറി വാടാ എന്ന് പറഞ്ഞ് ആ സിംഹത്തിന് ഗുഹയ്ക്കകത്ത് നിന്ന് കൈ കൊടുത്ത് ദാനിയേലിനെ പുറത്തു കൊണ്ടുവരാൻ ആ കാലഘട്ടത്തിലെ രാജാവിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ഏത് കോളേജിലോ ഏത് സ്ഥലത്തോ ഇരിക്കുമ്പോൾ വാവിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ, മുഴക്കാൽ മടക്കാൻ ഈ നാളുകളിൽ തയ്യാറാകുമെങ്കിൽ ചില കൽത്തുറുങ്ങുകൾക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. നിങ്ങൾക്കറിയോ, മുസ്ലിങ്ങളുടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ട്രെയിനിൽ പോയാൽ നിസ്കാര സ്ഥലമുണ്ട്, സ്തോത്രം. എയർപോർട്ടിൽ പോയാൽ നിസ്കാര മുറികളുണ്ട്, ഒരു ഹോട്ടലിൽ പോയാൽ നിസ്കാര മുറിയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നിസ്കാര മുറിയുണ്ട്. ആ സമയമാകുമ്പോൾ അതിനകത്ത് എത്ര പേരുണ്ടെങ്കിലും ഇറങ്ങി മാറിക്കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് അതിനകത്ത് ഒരു ഫ്ലൈറ്റിൽ കയറി നിസ്കാര സമയം വരുമ്പോൾ അവിടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ സീറ്റിൽ നിന്നെടുത്ത് മാറിക്കൊടുക്കും ആൾക്കാർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാര്യം പറയട്ടെ, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ, അവൻ മുഴങ്കാൽ മടക്കുമ്പോൾ, നമ്മൾ ആ സമയത്ത് ഏതെങ്കിലും ആപ്പിനകത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് പറയുക, കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് പറയുന്നതിൽ തൊട്ടും പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കും? 4 നേരം. നല്ല മൂടാണെങ്കിൽ 5 നേരം. പ്രൈസ് ദി ലോർഡ്. ഈ 5 നേരം നിസ്കരിക്കുന്ന ആമേൻ ഒരു മുസ്ലിംമാനോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഹേയ് ആമേൻ, സ്തോത്രം, സാറേ നിങ്ങളുടെ ആ നെറ്റിയിലെന്താ തഴമ്പ്, നിങ്ങളുടെ കണങ്കാലിലും മുഴങ്കാലിലും എന്താ തഴമ്പ്? സ്തോത്രം. അതെ, ഞാൻ ആചരിച്ചു വരുന്നൊരു ദൈവമുണ്ട്. ദാനിയേൽ ആമേൻ യിരെമ്യാവ് തൻ്റെ കാലുകൾക്കിടയിൽ തൻ്റെ തല തിരികേറ്റി ഈ മുഴങ്കാൽ പടിയല്ല, അവൻ കരയുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് ഒരു പെന്തക്കോസുകാരൻ്റെ പെന്തക്കോസിൽ ആരാധിക്കുന്ന സഹോദരിമാരുടെ കാൽമുട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നെറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിനുസപ്പെട്ട് വരുന്നതല്ലാതെ മുഴങ്കാലിലെ പ്രാർത്ഥനയൊക്കെ നിന്നുപോയപ്പനെ. ഹല്ലേലൂയ. പണ്ടൊക്കെ CSI ചർച്ചിനകത്ത് മുഴങ്കാൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്നോ എല്ലാം നിർത്തി. കാരണം എല്ലാം മാറി മാറി വരുന്നു. കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്ന കോലത്തിനകത്ത് നിന്ന് കളിക്കുന്നവരോട് പറയുകയാണ്, പാപത്തിന്റെ ശമ്പളമോ അത് മരണമാണ്. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്ന ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യജീവൻ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിന്ന് മുഴങ്കാലത്തൊക്കെ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ല, എനിക്ക് പോലും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഒരു 5 മിനിറ്റെങ്കിലും മുട്ടുമേ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, കാലിൽ കമ്പിയില്ലാത്ത എല്ലാ വ്യക്തികളും തറയിരുന്ന് ആരാധിക്കണമെന്ന. സ്തോത്രം. ഇപ്പം അങ്ങനെയാണോ? സ്തോത്രം. ഇവിടെ തറയിൽ കിടന്ന് ആരാധിക്കാൻ ആരെങ്കിലും പോകുന്നുണ്ടോ? ഇരിക്കുന്ന കസേരയുടെ പിറകിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇന്ന വരിയിൽ ഇന്ന നമ്പർ കസേരയ്ക്കകത്ത് എൻ്റെ കസേര എന്ന് പറഞ്ഞിരിക്കുന്നവരെ ഉള്ളൂ. പക്ഷേ ഇന്ന് രാത്രി കാര്യം പറയാം, മുഴങ്കാലിൽ നിന്ന് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞിന് ഈ രാത്രിയിൽ തുറക്കപ്പെട്ട ഒരു സ്വർഗം നമ്മുടെ മുൻപിൽ ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പല നിലയിലും ആരാധിക്കാനും പല നിലയിലും വചനം തുറന്നു പറയാനുള്ള വേദിയാണ് ഇന്ന് രാത്രി ഈ ചാനലിൽ കൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതിനകത്തൊന്നും മറക്കേണ്ട കാര്യമില്ല. പറയേണ്ട തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഇരിക്കുന്ന സഭയ്ക്കകത്തോ ദേശത്തിലോ ഒരു ദുരുപദേഷ്ടക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ച് മുഖത്ത് നോക്കി പറയാം, അങ്ങനെയല്ല വേദപുസ്തകത്തിൽ ഇന്ന ഭാഗത്ത് ഇന്ന തലത്തിൽ ഇന്ന രീതിയിൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു വ്യാഖ്യാനം ഇല്ല എന്ന് പറയാൻ ഈ കാലഘട്ടത്തിൽ ദൈവജനം തയ്യാറാകണം. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് ആമേൻ സ്തോത്രം യോഹന്നാൻ എഴുതുന്ന ഒരു വാക്ക്, പ്രൈസ് ദി ലോർഡ്, 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ആമേൻ സ്തോത്രം ആഗമനത്തെക്കുറിച്ചും കള്ളനെ പോലെ വരുമെന്നും ആമേൻ സ്തോത്രം പ്രൈസ് ഒക്കെ നമുക്കവിടെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഈ 10-ാമത്തെ അധ്യായത്തിനകത്ത് നമ്മൾ പറയുന്നത് 28-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുകളിലോട്ട് വായിച്ച 10:10, 10:7, 10:6, 10:13, 10:15, 10:12 ഇതൊക്കെ വായിച്ച് നമ്മൾ വരുമ്പോൾ ആമേൻ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ്, ദൈവം ആമേൻ തൻ്റെ ജനത്തെ സ്നേഹിച്ച് തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത ജനത്തെ ചേർത്ത് പിടിക്കുന്ന ചില കരുതലിനെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നു. വായിച്ചാട്ടെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വേദാംശം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഞാൻ അവർക്ക് എന്ത് ചെയ്യുന്നു? നിത്യജീവൻ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവർക്ക് എന്ത് ചെയ്യുന്നു? നിത്യജീവൻ. ആരും അവരെ എന്ത് ചെയ്യില്ല, എൻ്റെ ആടുകളെ ആരും പിടിച്ചു പറിക്കത്തില്ല. എൻ്റെ ജനത്തെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. എൻ്റെ ജനത്തെ ഒരു നാളും ആർക്കും ഒരു സ്ഥലത്തും നിന്ദിപ്പാൻ കഴിയത്തില്ല. അല്പനിമിഷത്തേക്ക് നിന്ദകളും പ്രയാസങ്ങളും വേദനകളും ജീവിതത്തിൽ വരുമ്പോൾ ഈ ആത്മിക മണ്ഡലം വേണ്ട എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു പോകുന്ന ആയിരക്കണക്കിന് പേരുണ്ട്. അറിയാമോ? കോവിഡ് സമയത്ത് എത്ര സഭകൾ പൂട്ടിയെന്നറിയാമോ? എത്ര അഭിഷക്തന്മാർ പിന്മാറിപ്പോയെന്നറിയാമോ? എത്ര വിശ്വാസ കുടുംബങ്ങൾ പിന്നെയും അവർക്ക് തേടിപ്പോ വന്ന വിട്ടുപേക്ഷിച്ച പാതയിലേക്ക് മടങ്ങിയെന്നറിയാമോ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് ഈ വേദപുസ്തകത്തെ ത്യജിച്ചു പറഞ്ഞ് അവർ മാറിപ്പോയപ്പോൾ ഇവിടെ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ എന്തുണ്ട്? വഴിയിൽ പിടിച്ചു പറിക്കാറുണ്ട്, ജീവിതം മരുഭൂമിയിൽ പിടിച്ചു പറിക്കാറുണ്ട്. അതെ, ചെന്നായ്ക്കളുണ്ട്, ഹല്ലേലൂയ, ക്ഷുദ്ര ജന്തുക്കളുണ്ട്. ഇവരൊന്നും നിന്നെ തകർക്കാൻ കഴിയില്ല. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന സ്തോത്രം എൻ്റെ തലമുറകളെ ഒരിക്കലും ഒരു നാളും പിടിച്ചു പറിക്കാൻ കഴിയാതെ ഞാൻ നിത്യ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരും. എന്നാൽ 26-ാമത്തെ വേദാംശം പറയുന്നു, നിങ്ങളോ എൻ്റെ ആടുകളുടെ സ്തോത്രം കൂട്ടത്തിലുള്ള വിശ്വസിക്കുന്നില്ല എന്ന് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ ആടുകൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുൻപിലോട്ട് വരുന്ന ആട്ടിൻകൂട്ടത്തെ ഒരു നാളും തകർത്ത് കളയാൻ, അവയെ ഒരു നാളും പ്രൈസ് ദി ലോർഡ് അവരെ തിരിച്ചുവിടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം അവർ ദൈവ ശബ്ദം കേട്ടിറങ്ങിയവരാ. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, ദൈവ ശബ്ദം കേട്ട് എത്ര പേർ ഇറങ്ങിയിട്ടുണ്ട്? ഒരിക്കലും പിന്മാറിപ്പോൻ കഴിയില്ല കേട്ടോ. ദൈവ ശബ്ദം കേട്ടിറങ്ങി. കഴിഞ്ഞ പ്രഭാതത്തിൽ ദൈവാത്മാവ് എന്നോട് പറയിച്ച ഒരു ദൂതായിരുന്നു. കഴിഞ്ഞ പ്രഭാതത്തിൽ ദൈവ ശബ്ദം കേട്ടിറങ്ങിയവർ, ദൈവ ശബ്ദം, പ്രൈസ് ദി ലോർഡ്. ദൈവ ശബ്ദം കേട്ടിട്ടുണ്ടോ? ദൈവ ശബ്ദം കേട്ടിറങ്ങിയവരുടെ മനസ്സിനകത്ത് സ്തോത്രം കുറച്ചുകൂടെ കഴിയട്ടെ എന്നുള്ള ചിന്ത അവരെ ഭരിക്കത്തില്ല. കാരണം അവർ കേട്ടുവന്ന ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണ്. 1000 ആടുകളെ മരുഭൂമിയിൽ വിടുമ്പോൾ ഒറ്റ ശബ്ദം കൊണ്ട് ഈ 1000 ആടുകളും തൻ്റെ യജമാന്റെ ശബ്ദം കേട്ട് അവരെല്ലാം ഒരുമിച്ച് കടൽക്കരയിലെ മണൽത്തരികൾ പോലെ ഒരുമിച്ച് ഒരേ ശബ്ദത്തിന്റെ കീഴിൽ അവരെല്ലാം വന്ന് ആ യജമാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെ വലിയൊരു അക്വേറിയത്തിലേക്ക് പോകുമ്പോൾ മീൻകൂട്ടത്തിന്റെ നടുവിൽ എന്തെങ്കിലും കൈ എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ നിഴല് കാണുമ്പോൾ മീനെല്ലാം വന്ന് വായി തുറന്ന് നിൽക്കുന്നത് പോലെ ഈ ആടുകളെല്ലാം യജമാന്റെ ശബ്ദം കേട്ട് യജമാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കും. അതാണ് സങ്കീർത്തനം പറയുന്നത്, അവന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്നലകളിൽ മുഖത്തേക്ക് നോക്കിയിട്ട് വേദന അനുഭവിച്ചു എങ്കിൽ, കാട്ടു ചെന്നായ്ക്കളെ കീറിക്കളയാൻ പിന്തുടർന്നു എങ്കിൽ, ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയ ദൈവത്തിന്റെ കുഞ്ഞെ, നിന്നെ ഒരിക്കലും ആർക്കും തകർക്കാൻ
തകർത്ത് കളയാൻ കഴിയത്തില്ല. കാരണം നീ കേട്ടിരിക്കുന്ന മനുഷ്യമായ ശബ്ദമല്ല, നീ കേട്ടത് ദൈവത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിനകത്ത് മുഴങ്ങുന്ന ഒരു രോഗസൗഖ്യമുണ്ട്. ആ ശബ്ദത്തിൽ മുഴങ്ങുന്ന ഒരു പ്രാണനെ തിരിച്ചു മടക്കി വരുത്തുന്ന ഒരു ശബ്ദമാണ് ദൈവശബ്ദം. ആ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. നിന്ദകളെ മാറ്റുന്ന ശബ്ദം, ഞരക്കങ്ങളെ മാറ്റുന്ന ശബ്ദം, വേദനകളെ മാറ്റുന്ന ശബ്ദം, രോഗമണ്ഡലങ്ങളെ അടിക്കുന്ന ശബ്ദം, അതാണ് ദൈവത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങിയവർക്ക് ദൈവം കൊടുക്കുന്ന ചില ആലോചനകൾ കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇവിടെ നമ്മൾ ഈ 10-ാമത്തെ അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അതിനകത്ത് പ്രൈസ് ദി ലോർഡ് കർത്താവ് തന്നെ പറയുന്ന ഒരു വാക്ക്, ഏറ്റവും ഒരു നമ്മൾ ചിന്തിക്കപ്പെടുന്ന ഒരു വാക്ക് 30-ാമത്തെ വാക്യമാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. ഹല്ലേലൂയ, ആമേൻ. ഞാനും പിതാവ് ഒന്നാകുന്നു. താൻ തന്നെ സാക്ഷ്യം പറയുക, ഞങ്ങൾ രണ്ടല്ല, പിന്നെ ആരാ? ഒന്ന്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിതാവ് വേറെയല്ല, പുത്രനും പിതാവ് ഒന്നെന്ന് അവിടെ സാക്ഷ്യം പറയുക. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, യഹൂദന്മാർ അവനെ ആമേൻ, സ്തോത്രം, പിറകിൽ നടന്ന് പിറുപിറുത്ത് കൊല്ലാനൊക്കെ നോക്കിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ രണ്ടല്ല, പിന്നെ ആരാ? ഞങ്ങൾ ഒന്നാ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ ആമേൻ, സ്തോത്രം, രണ്ടെന്ന് ശത്രു കാണത്തക്ക തലത്തിൽ മുൻപിലോട്ട് പോകുമ്പോൾ പറ, ഞാനും ദൈവവും രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. സ്തോത്രം, ആമേൻ. ഹാനോക്ക് ഒരിക്കൽ പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് കിടന്നു. നോഹ പറഞ്ഞു ഒരിക്കൽ, ആമേൻ, സ്തോത്രം, ഞാനും ദൈവവും, ആമേൻ, സ്തോത്രം, ആമേൻ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല കേട്ടോ, ഞങ്ങൾ ഒരു ധ്രുവത്തിൽ സഞ്ചരിക്കുന്നവരാ. ആമേൻ. അബ്രഹാം പറഞ്ഞു, ഇല്ല ആമേൻ, നീ അങ്ങോട്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടെന്നല്ല, ഞങ്ങൾ ഒരു ദിശയിൽ സഞ്ചരിക്കുന്നവരാ. എന്നാ സാറ പറഞ്ഞു, ഇല്ല 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 ഇല്ല, ആമേൻ, അതെല്ലാം ആമേൻ പൊഴിവാക്കുകളാ. പക്ഷെ അവളെ കൊണ്ട്, അവളെ വാ കൊണ്ട് തിരുത്തി പറയിച്ചു ദൈവം. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്തോത്രം, തള്ളിക്കളഞ്ഞേ. ഇല്ല, നീ എന്തോ വേറെ എന്തൊക്കെ ചിന്തിച്ചു പറയുക. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് പറയാനുണ്ട്, ആമേൻ, സ്തോത്രം, ഞാനും ദൈവം രണ്ടല്ല, ഞങ്ങൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവരാ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ പറ്റുമോ? 30-ാമത്തെ വാക്യം അതാ പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു. ഒറ്റക്കെട്ട ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പലതും സംഭവിക്കും. ഇന്ന് രാത്രി രണ്ടുപേരൊരിടത്തുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്ക്. കർത്താവ് പറഞ്ഞു, രണ്ടുപേരെടുത്ത് പറഞ്ഞു, എതിരെയുള്ള ഗ്രാമത്തിൽ ആരും കയറാത്ത ഒരു കഴുതയെ കെട്ടിയിട്ടിട്ടുണ്ട്, അതിനെ അഴിച്ചുകൊണ്ട് വാ. രണ്ടുപേരെ ദൈവം അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഒന്നിനേക്കാൾ ഇരുവർ നല്ലതെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടുപേരും ഒന്നായി ഒരേ ഹൃദയത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ ശത്രു വിടത്തില്ല, ഉറപ്പായിട്ടും വിടത്തില്ല. ആമേൻ. അവന്റെ പരിശ്രമം ആമേൻ പ്രാർത്ഥനയെ തകർക്കുക എന്നാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാ ദിവസവും എണീക്കും, കർത്താവേ ഒരു പ്രശ്നവും ജീവിതത്തിൽ വരരുതേ എന്ന് പറഞ്ഞ് എണീറ്റ് പ്രാർത്ഥിച്ച് മുഴങ്കാലിൽ നിന്ന് കരഞ്ഞ് ആമേൻ അനുദപിച്ച് അനുതാപത്തോടെ തന്നെത്താൻ തലയിൽ കൈവച്ച്, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ, നിന്റെ അഭിഷേക തൈലം എൻ്റെ മേൽ പകരണമേ, പുതിയ കാഴ്ചപ്പാടിൽ സഞ്ചരിപ്പാൽ നീ എൻ്റെ കാലുകളെ വേഗത ആമേൻ തരണമേ, എൻ്റെ ജീവിതത്തെ നീ മാറ്റിമറിക്കണമേ, ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പറഞ്ഞ് രാവിലെ ആരെങ്കിലും നിങ്ങളുടെ കൈ നിങ്ങൾ തലയിൽ വെക്കാറുണ്ടോ? ആമേൻ. ആരെങ്കിലും വച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഉള്ളടക്കം സ്വന്തമായിട്ട് നിന്റെ കൈ നിന്റെ തലയെ വെച്ച് അനുഗ്രഹിക്കണം, നിന്നെ തന്നെ അനുഗ്രഹിക്കണം. പലപ്പോഴും പറയാറില്ലേ, ഞാൻ ഒരു രോഗിയാണ്, ഞാൻ ഒരു പരാജയമാണ്, തീർന്നു, ഞാൻ എപ്പോഴും പരാജയമാ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ആ വാ കൊണ്ട് ഈ വലത്തെ കൈ തലയിൽ വച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇടത്തെ കൈ വച്ചിട്ട് പറയണം, കർത്താവേ ഞാൻ ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാഴ്ത്തത്വമാണ്, എന്നിലൊരു വാഴ്ത്തത്വമുണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം നിങ്ങൾ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കും? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ആദ്യം അനുഗ്രഹിക്കൂ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പറയൂ, ഞാൻ ശരിയാണ്. ഹല്ലേലൂയ. അത് രാവിലെ അഴിച്ച് പറയും, വയ്യെന്നേ, എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, ഉറപ്പാണ് നടക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നടന്നു പോകുന്ന ആൾ പോലും അവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. സ്റ്റോപ്പ് ആകും. ആമേൻ. ഞരക്കത്തിലിരുന്നപ്പോഴും ദാവീദിനെ കൊണ്ട് ദൈവം 73 സങ്കീർത്തനം എഴുതിച്ചു. നമ്മളോ? ഹല്ലേലൂയ. ആമേൻ. വേദനയിൽ കൂടെ കടന്നുപോയ ആമേൻ, സ്തോത്രം, ആമേൻ, പൗലോസിനെ കൊണ്ട് 21 ലേഖനം എഴുതിച്ചില്ലേ? ഹല്ലേലൂയ. എല്ലാം വിട്ടുകൊടുത്തില്ലേ?
എന്താ പറ്റിയത്? ഞെരക്കത്തിൽ കൂടെ, വേദനയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കടന്നുപോയ, കാരാഗൃഹത്തിൽ അടച്ചപ്പോഴും അവിടെ നിന്ന് കാരാഗൃഹ ലേഖനം പുറത്തു വന്നില്ലേ? ഹല്ലേലൂയ. ചരിത്ര പുസ്തകങ്ങൾ പുറത്തു വന്നില്ലേ? എന്തുകൊണ്ടാ? ആരാധനകളുടെ ആരംഭം കുറിച്ചില്ലേ പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത്? ഹല്ലേലൂയ. കൊടിയ മുഴക്കം കേട്ടില്ലേ? അത്ഭുതം കണ്ടില്ലേ? വീര്യപ്രവർത്തികൾ കണ്ടില്ലേ? വയ്യ എന്ന് പറഞ്ഞല്ല, അടിച്ചെടുത്ത് എറിഞ്ഞും ആമേൻ രക്തമെല്ലാം വാർന്നും എടുത്ത് ലുസ്ത്രയിൽ എറിയുമ്പോഴും പറഞ്ഞത് ഇങ്ങനെയാ, ആമേൻ ചത്തെന്ന് പറഞ്ഞു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞില്ല, ചത്തെന്ന് പറഞ്ഞവര് ആമേൻ കവലയിപ്പോ ഒരു കട്ടൻ കാപ്പിയും കൂടി തിരിച്ചു വന്നപ്പോ അവിടെ പ്രസംഗിച്ചോണ്ടിരിക്കുക. ആമേൻ 1000 പേര് കൂടിയിരിക്കുന്നു. ഹല്ലേലൂയ. ചത്തെന്ന് പറഞ്ഞ് എടുത്തു മാറ്റിയിട്ടവനെ, ലുസ്ത്രയിൽ തീർന്നെന്ന് പറഞ്ഞവനെ കല്ലുകൾ സാക്ഷ്യം പറയുന്നു. ലുസ്ത്രയുടെ കല്ലുകൾ പൗലോസിന് നേരെ സാക്ഷ്യം പറഞ്ഞു പറയുക, ഇവരെ ആർക്കും ഒരിക്കലും ഒരു നാളും കൊല്ലാൻ കഴിയത്തില്ല. കാരണം അവന്റെ മേൽ പകർന്നത് ഈ ലോകത്തിലെ യജമാനന്മാരുടെ ശക്തിയല്ല, ഉയരത്തിലെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഉയരത്തിലെ ശക്തി അവന്റെ മേൽ പകർന്നു. എവിടെ വെച്ചാ പകർന്നേ? എവിടെ വെച്ചാ പകർന്നേ? പൗലോസിന് മേലെ ഉയർന്ന ശക്തി പകർന്ന് എവിടെ വെച്ചെന്ന് അറിയുമോ? ആദ്യമായിട്ട് പകർന്നേ എവിടെ വെച്ചാ പകർന്നേ? രംഗമേന്റി ആമേൻ. എവിടെ വെച്ചാൽ ലിൻഡ പകർന്നേ? പ്രോസസ്സ് എവിടെ വെച്ചാൽ ആദ്യമായിട്ട് പൗലോസിന്റെ മേൽ ശക്തി വന്ന് എവിടെ വെച്ചെന്ന് അറിയാമോ? ഫസ്റ്റില് ഒന്നുകൂടെ ദമസ്കോസിന്റെ ദമസ്കോസിന്റെ പടിവാതുക്കൽ വച്ച ഉയരത്തിലെ ശക്തി വന്ന പട്ടാപ്പകല് ആമേ സൂര്യൻ അതിന്റെ കൊടുമുടിയോടെ ഉദിച്ചു നിൽക്കുന്നത് പോലെ ഒരു മിന്നൽ പലപ്പോഴും പകൽ കാണാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്താൽ വിളിച്ചു വേർതിരിച്ച ശൗലിന്റെ കയ്യിരിക്കുന്ന ആലയങ്ങളെ, ക്രിസ്ത്യാനികളെ കൊല്ലാനുള്ള മുദ്രപത്രത്തെ കയ്യിൽ വച്ചുകൊണ്ട് 6.5 അടിയുള്ള പൗലോസിനെ, ശൗലിനെ 6.25 അടി ഉയരമുള്ള കുതിരപ്പുറത്തുനിന്ന് ഒറ്റയടിയിൽ താഴെയിട്ടില്ലേ? എന്നൊന്നും കൊല്ലാൻ വേണ്ടിയല്ല കേട്ടോ, അവനെ കൊന്നുകളയാൻ വേണ്ടിയാണെങ്കിൽ അപ്പോഴേ കൊന്നനെ. ഒരു അസ്ഥി പോലും ഒടിഞ്ഞില്ല കേട്ടോ. ഞാൻ ചിന്തിക്കുന്ന, നടന്നു പോയി കഴിഞ്ഞൊരു കാല് കെട്ടി വീഴുന്ന അസ്ഥി ഒടിഞ്ഞു പോകും. എന്നാൽ ഇത്രയും ഉയരമുള്ള ശൗൽ ഇത്രയും ഉയരമുള്ള കുതിരപ്പുറത്തുനിന്ന് താഴെ വന്ന് വീണിട്ട് ഒരു പോറ് പോലും സംഭവിച്ചില്ലല്ലോ. ചിന്തിക്കാറുണ്ടോ? ഒരു പോറൽ പോലും. കാരണം നീ ഈ വീഴ്ച നാളെ നിനക്ക് പ്രസംഗിക്കാനുള്ളതാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നെ അടക്കം ദൈവം പലപ്പോഴും, എന്നെ അടക്കം ഞാൻ പറയുക, കാലുകൾ കുഴപ്പമോടെ കാലുകളെ ഒടിച്ച്, ആമേ സ്തോത്രം, ആമേ അസ്ഥികളെ ഒടിച്ച് കർത്താവ് നമ്മെ ശരിയാക്കി എടുക്കുമ്പോൾ പൗലോസിന്റെ മേൽ ഒരു അസ്ഥി പോലും ഒടിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത് കേട്ടോ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഴ്ത്തത്വം, നിത്യജീവൻ തന്നെ. സ്തോത്രം. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല കേട്ടോ. കർത്താവ് തന്ന വാഴ്ത്തത്വം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്ത നിത്യജീവൻ. ഹല്ലേലൂയ. ഈ നിത്യജീവന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആമേൻ. 57-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ഒരു തലക്കെട്ട് പറയുന്ന കാര്യം ഇതാണ്: ദൈവത്തിന്റെ കരുണയും സത്യവും. ദൈവം ആരാ? കരുണയുള്ളവൻ. ദൈവം ആരാ? സത്യമുള്ളവൻ. ദൈവം ആരാ? ആമേൻ, പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. ആമേൻ. താൻ പറയുന്നതാ, അവൻ കൃപയും സത്യമുള്ളവൻ, സത്യമുള്ള ദൈവമാ. ഹല്ലേലൂയ. എന്നാൽ 49-ാം സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്: ധ്യാനത്തിൽ ആമേൻ ആമേൻ പ്രൈസ് ദി ലോർഡ് ആശ്രയിക്കുന്നവന്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന മാറ്റങ്ങൾ. ആമേൻ. എവിടെയെല്ലാം ദൈവജനത്തിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ടോ, ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഴ്ത്തത്വം. എന്താ? എന്താണ് വാഴ്ത്തത്വം? ഈ ഭൂമിയിൽ കിട്ടുന്ന എല്ലാം വാഴ്ത്തത്വമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നല്ല വീട്, അത് നമ്മുടെ സ്വപ്നമാണ്. ദൈവം തരട്ടെ. ഇല്ലാത്തവർക്ക് നല്ല നല്ല വീട് തരട്ടെ, അത് നമ്മുടെ സ്വപ്നമാണ്. ഈ ഭൂമിയിൽ നമുക്ക് വീട് വേണം, നല്ല വാഴ്ത്തത്വമാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. പോരാ, നല്ല വാഹനങ്ങൾ വേണം. ഞാൻ പ്രാർത്ഥിക്കുക, അതൊരു വാഴ്ത്തത്തമാണ് കേട്ടോ. വാഹനമില്ലാത്ത എല്ലാവർക്കും നല്ല വാഹനം കിട്ടട്ടെ. വാഹനമുള്ളവർക്കെല്ലാം പഴയ വാഹനമാക്കി അതെല്ലാം മാറ്റി പുതിയ വാഹനം തരട്ടെ. അതൊരു വാഴ്ത്തത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉപരിപഠനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, അതൊരു വാഴ്ത്തത്തമാണ് ദൈവം കൊടുക്കുന്നത്. ഉപരിപഠനം ഈ ഭൂമിയിൽ വാഴ്ത്തത്തം. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഭാവി അത് ഈ ഭൂമിയിൽ കർത്താവ് കൊടുത്തേ പറ്റൂ. ആമേൻ. ഹല്ലേലൂയ. മുഴങ്കാൽ കരയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതാ നല്ലൊരു വാഴ്ത്തത്തമാ. ഓക്കെ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ടീച്ചിങ് അത് നല്ലതാ, നല്ലൊരു വാഴ്ത്തത്തമാ. പക്ഷേ അതെല്ലാം ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതാ. അത് ഈ ഭൂമിയിൽ ഒതുങ്ങി തീരുന്നതാ, വെന്തഴിയും. അത് ഈ ഭൂമണ്ഡലത്തിനകത്ത് തീർന്നതാ, കത്തിച്ചാരമാകുന്നതാ. സ്തോത്രം. നമുക്ക് പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ടല്ലേ. ഹല്ലേലൂയ. ഒത്തിരി ന്യായങ്ങളുണ്ട് നമുക്ക് പറയാൻ. ഞാൻ SPT ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ, ആമേൻ, സ്തോത്രം. അല്ലാതെ ഈ ജോലിയൊന്നും ഇല്ലാതെ നമ്മൾ വേറെ പണിയില്ലാത്തതുകൊണ്ടൊന്നും ഇറങ്ങിയതൊന്നുമല്ല കേട്ടോ കർത്താവിൻ്റെ വേലയിൽ. സ്തോത്രം. ഒരു മാസം നല്ല ലക്ഷങ്ങൾ ആമേൻ ആ ജോലി ചെയ്ത് തന്നെയാണ് അതിൽ നിന്നെല്ലാം കർത്താവ് പൊട്ടിച്ചിറക്കിയതാ. സ്തോത്രം. അല്ലാതെ ആമേൻ, സ്തോത്രം, ഒന്നുമില്ലാതെ ഒന്നും അല്ല. ഇന്ന് നിൽക്കുന്ന ദൈവദാസന്മാർ നിങ്ങൾ നോക്കി തിളങ്ങി നിൽക്കുന്നവർ, ആമേൻ, ഓരോ ഭക്തന്മാരുടെ പിന്നിൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ആമേൻ. അവരെല്ലാം നിൽക്കുന്നത് PD ജോൺസൺ പാസ്റ്റർ കാലഘട്ടം മുതൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്ന അഭിഷക്തന്മാരെല്ലാവരുടെ പിന്നിലും, ആമേൻ, അവർ വലിയ ഉദ്യോഗസ്ഥന്മാരായിരുന്നവരെ ദൈവം പുറത്തു കൊണ്ടുവന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പെർമിൻ്റെ ആറ്റ് ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നവരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിട്ട് തേജസ്സിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചു. ഏതാ ശുശ്രൂഷ? തേജസ്സിൻ്റെ ശുശ്രൂഷ. ഈ ലോകത്തിൽ ഒരു കടയിലും കിട്ടാത്തത്, ഒരു സൂപ്പർ മാർക്കറ്റിലും ഒരു മാളിലും കിട്ടാത്തത്, ഒരു രാജ്യത്തിലും കിട്ടാത്ത ഒന്ന്, രാജ്യത്തിന്റെ സുവിശേഷം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് കൊടുക്ക് സകല മഹത്വവും. എന്തോ ഇതെന്താ വാഴ്ത്ത? നിത്യജീവൻ തന്നെ. ഈ വാഴ്ത്തത്വമാണ് നിത്യജീവൻ. ഹല്ലേലൂയ. നമ്മൾ നിത്യതയിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഒരു ജീവൻ വേണം. അതല്ലേ വെളിപ്പാട് ദിവസം പറയുന്നത്. ആമേൻ, സ്തോത്രം. നീക്ക് ജീവനുണ്ടെങ്കിൽ നീ ആരാകുന്നു? നീ മരിച്ചവളാകുന്നു. ജീവനുണ്ട്. ഏത് വളവ് വന്നാലും ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്, കൈ രണ്ടും കാണിക്കുന്നുണ്ട്, വണ്ടി ഓടിക്കൊണ്ട് പോകുന്നു. പക്ഷെ എന്തില്ല? അകത്ത് ജീവനില്ല, ദൈവവുമായിട്ടൊരു ബന്ധമില്ല. അപ്പോൾ ചോദിക്കും, എന്താ പാസ്റ്റർ ജീവൻ എന്ന് പറഞ്ഞാൽ? നിങ്ങളും ദൈവവുമായി സംസാരിക്കാറുണ്ടോ? ഹലോ, ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തോട് സംസാരിക്കാറുണ്ടോ? അതാണ് നിങ്ങളും ദൈവവുമായിട്ടൊരു സംസാരം, ഒരു കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തോട്, ദൈവമേ, നീയും ഞാനുമായിട്ട് ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, എന്നാൽ ഇടയ്ക്ക് വച്ച് നീയോ പിണങ്ങിയത് ഞാനോ പിണങ്ങിയത്? ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, നീയാണോ പിന്മാറിപ്പോയത്? കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി കേട്ടു പള്ളിയിൽ പോയപ്പോൾ. ആമേൻ. നല്ല കിടുക്ക് സാക്ഷിയായിരുന്നു കേട്ടോ. ആമേൻ. അവർ പറഞ്ഞിങ്ങനെയാ, കർത്താവേ, ഞാൻ ഇത്ര വർഷമായി നിന്നെ അറിഞ്ഞിട്ട്, ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ ആമേൻ നമ്മൾ തമ്മിൽ സംസാരമില്ല. നീയാണോ പിന്മാറിയത്, ഞാനാണോ പിന്മാറിയത്? ഇത് കേട്ട് ഞാൻ ഇരുന്നു പോയി. ആമേൻ. ദൈവമാണോ പിന്മാറിയത്, ഞാനാണോ പിന്മാറിയത്? സ്തോത്രം. അപ്പം ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പാസ്റ്റേ, ആ മാതാവ് പറഞ്ഞ കാര്യം വല്ലതും മനസ്സിലായോ? അവർ ചോദിച്ചത്, കർത്താവ്, നീയാണോ പിന്മാറിപ്പോയത്, അല്ലയോ ഞാനാണോ പിന്മാറിപ്പോയത്? ഇന്ന് രാത്രി ദൈവവുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ, ഒരു സംസാരമില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അത് മരിച്ചവളാ. സ്തോത്രം. നിങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാ. ഇതിനകത്ത് രക്ഷിക്കപ്പെടാത്താരുമില്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ, എല്ലാവരും സ്നാനപ്പെട്ടവരാ, എല്ലാവരും മാനസാന്തരപ്പെട്ടവരാ, എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാ, ദൈവസഭയിൽ പോകുന്നവരാ. ഇല്ലാത്ത ആരും കാത്തിരിപ്പില്ല. പക്ഷേ ദൈവവുമായിട്ട് എത്ര സമയം നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു? അതാണ് ഇവിടുത്തെ വാഴ്ത്തത്വം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓരോരുത്തരോടും അഡ്മിറ്റ് ഇത് പറയാൻ പറഞ്ഞാൽ, ഇന്ന് എത്ര പ്രാവശ്യം നിങ്ങൾ ദൈവവുമായി സംസാരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഓർമ്മയില്ല. ഹല്ലേലൂയ. ഓർമ്മയില്ല. പറഞ്ഞു തരാൻ ഞാൻ, PB ആശാരിയുടെ കാലഘട്ടം മുതൽ
അദ്ദേഹത്തിന്റെ വായിൽ നിന്ന ഒരു കാര്യം അദ്ദേഹത്തെ അനുകരിക്കുകയല്ല കേട്ടോ, അദ്ദേഹം ദൈവമല്ല. പക്ഷേ സ്തോത്രം, ഞാൻ കർത്താവിനെ അറിഞ്ഞു വന്ന സമയത്ത് സ്തോത്രം കേട്ട ചില വാക്കുകൾ ഞാൻ പിന്നെ കർത്താവിന്റെ വചനം പഠിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കി, ഇതിനകത്ത് എന്താ? അതെ, ഒരു കാര്യം ഉറപ്പാ കേട്ടോ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് സംസാരിക്കുന്ന ദൈവജനം ഒരു ദിവസമല്ല, അനുനിമിഷങ്ങൾ. ഹല്ലേലൂയ. അരി കഴുകി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അരിച്ച അരി കല്ല് മാറ്റി. ഇന്നിപ്പോ അരിപ്പൊന്നുമില്ലല്ലോ, കഴുകി ഇല്ല. നെല്ല് പറക്കേണ്ട പണ്ടൊക്കെ ആണെങ്കിൽ അരി പാറ്റുമ്പോൾ 7 വീട് കേൾക്കുമെന്ന് പറയുന്നു. കാരണം മുറത്തിൽ 2 കൈയും കൂട്ടിയടിച്ചുള്ള ശബ്ദം. ഇന്ന് ആർക്ക് അരി പാറ്റാൻ അറിയാം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നെല്ല് പറക്കിക്കളയാൻ ആർക്കാ സമയം? ഹല്ലേലൂയ. അതിനകത്ത് കല്ല് പറക്കണ എന്തിനാ? കല്ലെല്ലാം മാറ്റിയല്ലേ അരി വരുന്നത്, നെല്ലെല്ലാം മാറ്റിയല്ലേ വരുന്നത്. എന്നാൽ അരി കഴുകി തിളയ്ക്കുന്ന വെള്ളത്തിലിടുമ്പോഴും സ്തോത്രം പറഞ്ഞ്, കർത്താവേ, ഇത് ഞങ്ങൾ മാത്രമല്ല കഴിക്കാൻ, ഇത് കഴിക്കാൻ നീ ചിലരെ കൊണ്ടുവരുമെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ, സ്തോത്രം. വെണ്ടയ്ക്ക കഴുകി നല്ലവണ്ണം അരിയുമ്പോൾ ചിന്തിക്കണം, അവിടെയും പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, ദൈവത്തോട് ചോദിക്കാനും സംസാരിക്കാനും സമയമുണ്ട്. മീൻ വെട്ടുമ്പോൾ സംസാരിക്കാം. ഇന്ന് മീൻ വെട്ടുമ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് വീഡിയോ കോൾ എടുത്ത് നേരെ കാണത്തക്ക തലത്തിൽ വച്ചിട്ട് നീ പറഞ്ഞോടി, ഞാൻ ഒന്ന് മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതല്ലേ സംസാരം? സ്തോത്രം. എന്നാൽ വെണ്ടയ്ക്ക അരിയുന്നതിന് മുമ്പേ ആണോ കഴുകുന്നത്? അരിഞ്ഞ ശേഷമാണോ കഴുകേണ്ടത്? ഇപ്പം നിങ്ങളെല്ലാവരും പറയും, പാസ്റ്റേ, എനിക്കൊരു കോള് വന്നപ്പോൾ വെണ്ടയ്ക്ക കഴുകാൻ മറന്നുപോയി, ഞാൻ അരിഞ്ഞ ശേഷമാണ് കഴുകിയത്. പോയി, അത് വേസ്റ്റായി. പ്രൈസ് ദി ലോർഡ്. വെണ്ടയ്ക്ക കഴുകുന്നത് അരിയും മുൻപയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി മറന്നു പോകരുത്. പലപ്പോഴും ദൈവത്തിന്റെ വാഴ്ത്തത്വം മനസ്സിലാക്കാൻ കഴിയാതെ, ദൈവത്തിന്റെ സംസാരിക്കാൻ കഴിയാതെ, അവസരം കിട്ടി 2 മണിക്കൂറും 45 മിനിറ്റും ഒരു ദൈവ പൈതലും സംസാരിപ്പാൻ സമയമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ വാഴ്ത്തത്വം എന്നറിയാമോ? നിത്യജീവൻ തന്നെ. ആമേൻ. ഈ വാഴ്ത്തത്വം എന്ന് പറയുന്നത് 28-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 28-ാമത്തെ വാക്യവും 29-ാമത്തെ വാക്യം കൂടെ ചേർത്ത് നമുക്കൊന്ന് വായിക്കാം. 28ഉം 29 വാക്യം വായിച്ചേ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പേൻ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ആമേൻ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നു എങ്കിൽ നീതി അവൻ ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സംബോധന കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ വാഴ്ത്തത്വം പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ചില മിനിറ്റ് എഴുവും മാറിക്കോളുമെന്ന് പറഞ്ഞ അല്ല, ശരിയാകും. ദൂത് പറഞ്ഞ പാസ്റ്റേ, സ്തോത്രം, ഓട്ടിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. എന്നാൽ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്ത് യോഹന്നാൻ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്ന ചില ദൂതുകളും ചില അരുളപ്പാടുകളും നമ്മൾ വായിച്ചു നോക്കിയേ. 5-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ എഴുതിയിരിക്കുന്ന ദൂത്. സ്തോത്രം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ. അവൻ എങ്ങനെയായിരിക്കുന്നു? ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കേൾക്കൂ, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് എന്തുണ്ട്? നിത്യജീവനുണ്ട്. ആമേൻ. ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, നിത്യജീവനുണ്ട്. അവൻ വിസ്താരത്തിൽ, ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എവിടെ പോകുന്നു? ആ ന്യായവിധിയിൽ നിന്ന്, നിത്യവിധിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവൻ നിത്യജീവനിലേക്ക്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് അവൻ പ്രവേശിക്കുക.
പ്രൈസ് ദി ലോർഡ്. എത്രയോ പ്രാവശ്യം അല്ലേ, ഞാൻ തന്നെ ഏകദേശം ഒരു 10 പ്രാവശ്യം മരിക്കേണ്ടവനാ, 10 പ്രാവശ്യമെങ്കിലും. ഞാൻ ഇന്ന് ഞാൻ ചിന്തിച്ചു, കർത്താവേ ഞാൻ എത്ര പ്രാവശ്യം മരിക്കേണ്ടവനായിരുന്നു അല്ലേ, എത്ര പ്രാവശ്യം ഞാൻ ചാകേണ്ടവനായിരുന്നു. സ്തോത്രം. എത്രയോ 7 നില കെട്ടിടത്തിൻ്റെ മുകളിൽ താഴെ ഒന്ന് വീഴുന്നു, ചത്തുപോയെന്ന് വിചാരിച്ചെല്ലാവരും, തീർന്നു. സ്തോത്രം. പക്ഷെ താഴെ ഒരു 2 ലോഡ് മണൽ കൊണ്ട് നിറച്ചിട്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. 7 നിലയുടെ മുകളിൽ ആ കൈവരിയുടെ പുറത്ത് നിന്ന് പ്രൊട്ടക്ഷനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ജോലി ഇങ്ങനെ ചിത്രപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിടിച്ചിരുന്ന അല്ലെങ്കിൽ ചവിട്ടി നിന്ന ആ കമ്പിനെ മാത്രം വിശ്വസിച്ചു. പക്ഷേ പിടിച്ച കമ്പ് ഒടിഞ്ഞപ്പോൾ ചവിട്ടി നിന്നത് ഒടിഞ്ഞ് നേരെ 7 നിലയുടെ മുകളിൽ താഴെ വന്ന് വീണു. സ്തോത്രം. ആ കെട്ടിടത്തിൽ വെച്ച് 3 പ്രാവശ്യം വീഴുന്ന മനുഷ്യനാണ് ഞാൻ. ഈ 3 പ്രാവശ്യം, ഒരിക്കൽ വാട്ടർ ടാങ്കിൽ വന്ന് വീണു, ഒരിക്കൽ കോൺക്രീറ്റിൻ്റെ പുറത്ത് വന്ന് വീണു, മിക്സ് ചെയ്യുന്ന കോൺക്രീറ്റിനകത്ത് വന്ന് വീണു, മൂന്നാമത്തെ പ്രാവശ്യം വന്ന് വീണത് മണലിനകത്താണ്. സ്തോത്രം. ഈ 3 പ്രാവശ്യവും ദൈവം എന്നെ വിടുവിച്ചു. തീർന്നില്ല കേട്ടോ. ഓരോന്നും കണക്ക് തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ ആ കർത്താവ് 10 പ്രാവശ്യം എന്നെ വിടുവിച്ചു. ഓർക്കുന്ന പ്രത്യക്ഷത്തിൽ 10 പ്രാവശ്യം. പ്രൈസ് ദി ലോർഡ്. ഇത് ഓർക്കാത്ത എത്രയോ അപകടങ്ങൾ, സ്തോത്രം, എത്രയോ വിപത്തുകൾ കാരണമുണ്ടല്ലോ. ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടക്കുന്നു. ആ ദുഷ്ടന്റെ ന്യായവിധിക്കകത്ത് അകപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, ആ മരണം ഒരുക്കി വച്ച ആ മരണത്തിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? ജീവങ്കലേക്ക്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ നിത്യജീവങ്കലേക്ക്, ആ നിത്യ ലംഘനത്തെ എന്നേക്കുമായി ചവിട്ടിക്കളഞ്ഞ ആ ദൈവത്തിന്റെ വചനത്തിനകത്ത് നിന്ന് നിത്യജീവങ്കലേക്ക് നടത്തിയ ഒരു ദൈവമുണ്ടെന്ന് രാത്രി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവം വചനം തരുമ്പോൾ കർത്താവിനോട്, ദൈവമേ എന്താ ഞാൻ സംസാരിക്കേണ്ട, ഓരോ നിമിഷവും ചോദിക്കും ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ചിലപ്പോൾ ഒരു ദിവസം ഒരു വചനം തരും, ചിലപ്പോൾ 2-3 അധ്യായങ്ങൾ തരും, ചിലപ്പോൾ 5-6 പേരുടെ കാര്യങ്ങൾ പറയേണ്ടി വരും 10 മിനിറ്റിനകത്ത്. ഒരു കാര്യം പറയട്ടെ, ഇന്ന് രാവിലെ അല്ലെങ്കിൽ രാവിലെ മുതൽ ഈ രാത്രി വരെ നമ്മൾ എത്ര പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചു, എത്ര പ്രാവശ്യം ദൈവത്തെ പ്രാർത്ഥിച്ചു, എത്ര പ്രാവശ്യം വചനം ഉരുവിട്ടു. ഹല്ലേലൂയ. എത്ര വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്, എത്ര പ്രാവശ്യം ദൈവം നമ്മോട് സംസാരിച്ചു. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ രാത്രി പറയാമോ? ആ 24-ാമത്തെ അധ്യായം മുതൽ താഴോട്ടൊന്ന്, 24-ാം വാക്യം മുതൽ താഴോട്ടൊന്ന് വായിക്കുമ്പോൾ 25-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നത് മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം, കണ്ടോ, മരിച്ചവർ എന്ത് ചെയ്യും? ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. ആ ശബ്ദം കേൾക്കേണ്ട സമയം നോക്കി. 26, പിതാവിന് തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും നിന്നിൽ തന്നെ ജീവിക്കുന്നവൻ ആകുമാർ. പ്രൈസ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിനകത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുമ്പോൾ ആ ന്യായവിസ്താരത്തിൽ നിന്ന്, ആ ന്യായവിധിക്കകത്ത് നിന്ന്, ദൈവത്തിന്റെ ന്യായവിധിക്കകത്ത് നിന്ന്, ആ ശത്രു വച്ചിരിക്കുന്ന മരണത്തിന്റെ കെണിയിൽ നിന്ന് നമ്മെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവകുഞ്ഞെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ 29-ാമത്തെ വാക്യം വായിക്കുന്നവർ, നന്മ ചെയ്യുന്നവർ ഇനിയും നന്മ ചെയ്യുന്നവർ ന്യായവിധിയെയും പുനരുത്ഥാനവും ചെയ്യുവാനുള്ള നാഴിക വരുന്നു. സ്തോത്രം. വായിച്ച് ആ 29, 30, 31 വാക്യത്തിലേക്ക് വന്നാട്ടെ. 29, 30, 31 വായിച്ച മോളെ. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞ എന്റെ സാക്ഷ്യം എന്തില്ല? സത്യമല്ല. സ്തോത്രം. നന്മ ചെയ്യുന്നവർ
ആമേൻ, ജീവനായി പിന്നെയും അവരെന്ത് ചെയ്യുന്നു? ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് നിത്യജീവന്റെ പടിയിലേക്ക് ചവിട്ടിക്കയറാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് സ്വർഗം നോക്കി വച്ചിരിക്കുക. സ്തോത്രം. അവിടെ നന്മ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നത് നന്മ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. ആ നന്മയുടെ ഉറവിടത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ആമേ സ്തോത്രം, ആമേ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ആമേ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. നിത്യമായ ഒരു ഞരക്കത്താൽ നമ്മുടെ അസ്ഥികൾ, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയതായി ദാവീദിന് തോന്നി. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ആമേ സ്തോത്രം, ആമേ യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യവും ആമേ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ വായിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു ദൂത് കേട്ടോ. ആമേ 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചു. അംഗം പൊരുന്നവനൊക്കെ സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആമേൻ, 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 ആമേൻ. നോക്കിക്കേ, അംഗം പൊരുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുന്ന ഒരു അംഗത്തട്ടാണ്. ആമേൻ. ഈ അംഗത്തട്ടിലേക്ക് നിൽക്കുന്നവൻ എന്ത് കിട്ടും? വാടാത്തൊരു കിരീടം. ആമേൻ. ഈ കിരീടത്തിന് വേണ്ടിയാ നമ്മൾ ഈ പ്രസംഗങ്ങളും സുവിശേഷങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളിലേക്കും നാം പ്രവേശിച്ചിരിക്കുന്നത്. അല്ലാതെ അവർ പ്രൈസ് ദി ലോർഡ് വാടുന്ന കിരീടവും സ്തോത്രം പ്രൈസ് ദി ലോർഡ് നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. ഹല്ലേലൂയ. വാടുന്നത് ഒരു കൂട്ടർ പ്രാപിക്കും. നമ്മൾ എന്ത് ചെയ്യും? വാടാത്തത് പ്രാപിക്കും. വാടുന്നത് പ്രാപിക്കാനല്ല നമ്മൾ ഇരിക്കുന്നത്. ആരും വാടുന്ന കിരീടത്തിന് വേണ്ടി നിൽക്കല്ലേ, വാടാത്തത് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെല്ലാവരും വാടുന്നത് പ്രാപിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇങ്ങനെയൊക്കെ മതി, ഇത്രയും മതി, ഇനി അങ്ങോട്ട് മുമ്പിലോട്ട് പോകണ്ട, ഇങ്ങനെ മതി. എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ പാടുന്നത്, ഞാൻ പാടിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള കേൾക്കത്തില്ലേ, ഞാൻ പ്രാർത്ഥിച്ച ശബ്ദം ഉയർന്നു പോകത്തില്ലേ, ഞാൻ അന്യഭാഷ എന്തിനാ പറയണം, ഇത് മതി, എങ്ങനെ പോയാൽ മതി. അപ്പോൾ അവിടെ പറയുന്നത് വാടുന്ന കിരീടം. എന്നാൽ സ്ഥലകാലബോധം പോലും ഇല്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിങ് ഇറങ്ങി വരപ്പെടുമ്പോൾ സ്തോത്രം അടുത്ത് നിൽക്കുന്ന വ്യക്തി നമ്മൾ കൃത്യമായി അറിയാം സ്വബോധത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യുന്ന അറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തി, കൈപിടിച്ച് മുൻപിലോട്ട് കൊണ്ടുപോകുമ്പോൾ വാടുന്നതല്ല പ്രാപിക്കേണ്ടത്, പിന്നെയോ ഈ വാഴ്ത്തത്വം, വാടാത്ത വാഴ്ത്തത്വം. ആമേൻ. നിത്യജീവനിലേക്കുള്ള വാടാത്ത വാഴ്ത്തത്വം. ഈ വാഴ്ത്തത്വം പ്രാപിക്കുന്ന ദൈവമൈതലേ, ഞരക്കത്തിൽ കൂടെ, വേദനയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വന്നു കഴിയുമ്പോൾ അതിന് സകല ഉത്തരവാദിത്വം ദൈവം. അങ്ങനെ തന്നെ പറയണം. ഒരു വേദന വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പരീക്ഷഘട്ടം വരുമ്പോൾ, ഇതെല്ലാം വരുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ദൈവം. സ്തോത്രം. മനുഷ്യന് സാത്താൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ സ്വയമായിട്ട് സാത്താൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇസ്രായേലിനെ എത്ര പ്രാവശ്യം ശത്രു കയറി അടിച്ചു. പക്ഷേ ഇസ്രായേൽ പിന്നെയും സമർപ്പണപ്പെട്ടത്, കർത്താവേ നീ എന്നോട് സംസാരിക്കണം, കർത്താവെ ഞങ്ങളെ വിടുവിക്കണം എന്ന് പറഞ്ഞ് മുൻപിലോട്ട് വരുമ്പോഴാണ് കർത്താവ് പിന്നെയും ഇസ്രായേലിന് ജയം കൊടുക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും വേദനകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ദൈവം അറിയാതെ വന്നതല്ല. ദൈവവചനം പറയുന്നു, തലയിൽ നിന്ന് ഒരു തലനാര് നിലത്തു വീണാൽ അത് കർത്താവ് കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ശമനപരഗതന വൈഡകരാജകൽക്കനാദി, കർത്താവ് കേട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ. നമ്മളുടെ വായിച്ച കുറിവാക്യം ഇതാണ്. ആമേൻ. സ്തോത്ര. നമ്മുടെ 11-ാമത്തെ ചിന്താ വിഷയം ഇതാണ്, നിത്യഞരക്കം.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന് ആധാരമായി എടുത്ത വാക്യമാണ് സങ്കീർത്തനം 32-ന്റെ 3-ാമത്തെ വാക്യം. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്തിൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. നിത്യമായ ഒരു ഞരക്കത്തിൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നിത്യമായൊരു ഞരക്കത്തിലേക്ക്, നിത്യമായൊരു വിഷമത്തിലേക്ക് നമ്മൾ